ഒരു കേസിനെ പറ്റി സംസാരിക്കാനാണ്. ഒരു 85 വയസ്സായ അമ്മാമ എൻ്റെ അടുത്തേക്ക് കുറച്ച് നാൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എക്സ്റേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം ആളുടെ തൊടയുടെ എല്ല് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഈ ഫ്രാക്ചർ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോ, നിയർലി ഒരു ലോവർ 1/3 വരെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സൈഡിൽ നോക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത് 3 കഷ്ണമായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ആക്ച്വലി വേറെ അവർക്ക് ഇൻഷുറൻസിന് ഇഷ്യൂസ് കാരണം അവർ വേറെ ഹോസ്പിറ്റലിലാണ് അവർ സർജറി ചെയ്തത്. സോ നമുക്ക് ആ സർജറിയുടെ എക്സ്റേസ് ഒന്ന് കാണാം. ഇതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. നമ്മൾ നേരെ നോക്കുമ്പോൾ കണ്ടോ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം ഈ എല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് നമ്മൾ കാണാൻ പാടില്ല. സെക്കൻഡ് തിങ്, നമ്മുടെ ബോഡിയുടെ ഏറ്റവും വലിയ എല്ല് തൊടയുടെ എല്ല. കണ്ടോ, മുകളിലത്തെ ഭാഗത്ത് ആകെ 3 സ്ക്രൂ ഉള്ളൂ, താഴത്തെ ഭാഗത്ത് സ്ക്രൂസ് ഉണ്ട്, പക്ഷെ ഒരൊറ്റ പ്ലെയിനിലാണ്. ഇപ്പം ഇത് സൈഡിൽ നോക്കുമ്പോൾ കണ്ടോ, മുകളിൽ 3 സ്ക്രൂ, താഴെ സ്ക്രൂസ് ഉണ്ട്, പക്ഷെ അത് ഒരൊറ്റ പ്ലെയിനിലാണ് വെച്ചിട്ടുള്ളത്. 3 ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. ഫസ്റ്റ് തിങ്, മുകളിലത്തെ ഭാഗത്ത് സ്ക്രൂസ് അധികം ഇല്ല. മുകളിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് വലിയൊരു എല്ലുണ്ട്, അതിൽ 3 സ്ക്രൂ മാത്രമായിട്ട് പിടുത്തം കിട്ടില്ല നമുക്ക്. സെക്കൻഡ് തിങ്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ, ഈ 2 എല്ല് തമ്മിൽ തീരെ യൂണിയൻ ഇല്ല. ഒരു മുറിവ് ഉണങ്ങാൻ മുറിവിൻ്റെ 2 അറ്റം കോൺടാക്ട് വേണം. സെയിം ഫ്രാക്ചർ ഒരു മുറിവാ. ഈ ഫ്രാക്ചറിന്റെ ഗ്യാപ്പിൽ, അതായത് ഫ്രാക്ചർ എൻഡ്സിൽ കോൺടാക്ട് ഇല്ല. നമ്മൾ കുറച്ച് ആംഗിൾസ് നോക്കാറുണ്ട് ഈ സർജറി ചെയ്യുമ്പോൾ. ഞാൻ ഒരു ലൈൻ ഇതിൽ കൂടെ വരയ്ക്കാം, പിന്നെ ഇതിന്റെ സെന്ററിൽ കൂടെ ഞാനൊരു ലൈൻ വരയ്ക്കാം, പിന്നെ രണ്ടാമത്തെ ലൈൻ ഇതിന്റെ സെന്ററിലും ഇതിന്റെ സെന്ററിലും. കണ്ടോ, ഇങ്ങനെ ആംഗിൾ വരാൻ പാടില്ല. ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുക. ഇതാണ് ഉൾഭാഗം, ഈ ഭാഗമാണ് ഉൾഭാഗം, ഇതാണ് പുറത്തുള്ള ഭാഗം. നമ്മൾ കമ്പി വെച്ച് ഉറപ്പിക്കുമ്പോൾ ഇത് സ്ട്രേറ്റ് ലൈൻ ആവണം. ഓക്കെ, ഇതിപ്പോൾ ജൂണിൽ എടുത്ത എക്സ്റേയാ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ജൂണിൽ എടുത്ത എക്സ്റേയാ. സെപ്റ്റംബറിലത്തെ എക്സ്റേ കണ്ടോ, ആ വളവ് കൂടാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഈ ജൂണിലത്തെ എക്സ്റേയിൽ കണ്ടോ, ഇവിടെ എല്ല് നോർമലായിരുന്നു, പക്ഷെ സെപ്റ്റംബർ ആയപ്പോൾ ഇവിടുത്തെ എല്ല്, ഉൾഭാഗത്തെ എല്ല് പൊട്ടാൻ തുടങ്ങി. കണ്ടോ, എല്ല് പൊട്ടാൻ കാരണം ഇത് വളഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണാം. ഇതിൽ ഏകദേശം ഒരു 10 ഡിഗ്രി ഉണ്ട്, പക്ഷേ ഈ എക്സ്റേയിൽ നമ്മൾ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണാം ഏകദേശം ഒരു 10 ഡിഗ്രി വരെ അത് കൂടാൻ തുടങ്ങി. സോ നമുക്ക് ഈ ജൂണിലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഡിഫോമിറ്റി കൂടി വന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒക്ടോബറിൽ നോക്കാം. കണ്ടോ, ഇതാണ് ഒക്ടോബർ ആയപ്പോൾ അത് പൊട്ടി. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്റേ ആണ്. സോ പൊട്ടി മാത്രമല്ല, ഈ സ്ക്രൂവും വളഞ്ഞു. സോ ഈ 2 എല്ല് തമ്മിൽ കോൺടാക്ട് ഇല്ലാത്ത കാരണം, മുകളിലത്തെ പിടുത്തമില്ലാത്ത കാരണം, പിന്നെ ഈ ആംഗുലേഷൻ ഉള്ള കാരണം ഇനീഷ്യൽ സർജറിയിൽ തന്നെ വളഞ്ഞിട്ടാണ് ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താ? ഇതിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ അമ്മച്ചി ഒരു പ്രായമുള്ള ലേഡിയാണ്, ഏകദേശം ഒരു 86-88 വയസ്സ് അമ്മാമയാ, ക്യാൻസർ സർവൈവറാ. ആൾക്ക് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ട്രീറ്റ്മെന്റ് എങ്ങനെയാ? നമ്മൾ കമ്പി മാറ്റിയിട്ട് നമ്മൾ ഫുൾ ലെങ്ത് റോഡ് വെച്ച് ഉറപ്പിക്കണം. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആ കമ്പി എടുത്തിട്ട് മുട്ട് തൊട്ട് ഹിപ്പ് വരെ ഒരു ലോങ് റോഡ് ലോങ് നെയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു. ഇതിൽ നോക്കട്ടോ, ഇതിൽ സ്ക്രൂയുടെ ഡയറക്ഷൻ കണ്ടോ? സോ ഈ ചെറിയ ഫ്രാഗ്മെന്റിൽ പല ഡയറക്ഷൻസിലാണ് ഞാൻ സ്ക്രൂ ഇട്ടത്. പിന്നെ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഇവിടെ വരെ ഞാൻ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. സോ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ വലിയ ഫ്രാഗ്മെന്റിന് അവിടെ എനിക്ക് മാക്സിമം പിടുത്തം കിട്ടി. പിന്നെ അത് കൂടാതെ ഞാനൊരു റിങ് വെച്ച് അത് ടൈറ്റ് ആക്കി. പിന്നെ ഈ ഭാഗത്ത് ഞാൻ എല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടുപ്പ് എല്ലിന്ന് എല്ലെടുത്തിട്ട് അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഇതിപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഇനീഷ്യൽ സർജറി ഫെയിൽ ആവാൻ കാരണം എന്താ? മുകളിൽ പിടുത്തം ഉണ്ടായിരുന്നില്ല, താഴയിൽ പിടുത്തം കുറവായിരുന്നു, ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ എക്സ്റേ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഡോക്ടർ ഇതിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ അത് ഗ്യാപ്പ് അല്ലത്. സോ ഇത് ഇമ്മീഡിയറ്റ്ലി സർജറി കഴിഞ്ഞിട്ട് എടുത്ത എക്സ്റേയാ. 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സൈഡിൽ നോക്കുമ്പോൾ കണ്ടോ, ഇത് നവംബറിൽ എടുത്ത എക്സ്റേ, ഇത് സർജറി കഴിഞ്ഞ് ഉടനെ എടുത്ത എക്സ്റേയാ. ഈ ഗ്യാപ്പ് ഇപ്പോൾ കുറയാൻ തുടങ്ങി. കണ്ടോ, നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണാതെ. കാരണം എന്ന് വെച്ചാൽ എല്ല് സെറ്റ് ആവാൻ തുടങ്ങി. ഇതാണ് പുതിയ എല്ല് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഗ്യാപ്പ് കാണുന്ന സ്ഥലം കുറയാൻ തുടങ്ങി ഇവിടെ. കണ്ടോ, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ജാനുവരിയിൽ, നവംബർ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ എല്ല് സെറ്റ് ആവാൻ തുടങ്ങി. പിന്നെ ഏറ്റവും അവസാനത്തെ എക്സ്റേ, അതായത് ഈ ഏപ്രിൽ എടുത്ത എക്സ്റേ ഫുള്ളായിട്ട് സെറ്റായി. കണ്ടോ, ഇവിടെ പുതിയ എല്ല് വന്നു, ഇവിടെയും ഫുള്ളായിട്ട് എല്ല് വന്നു. അമ്മച്ചി ഇപ്പം നടക്കുന്നുണ്ട്, ആൾക്ക് വേറെ ഇഷ്യൂസ് ഇല്ല, ആളെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ നമ്മൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉറപ്പായിട്ട് നോക്കണം. അല്ലെങ്കിൽ എന്താ പറ്റാം, ഫെയിലിയേഴ്സ് വരും. പ്ലാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർജറി ചെയ്യുമ്പോൾ. ഫെയിലിംഗ് ടു പ്ലാൻ ഇസ് പ്ലാനിങ് ടു ഫെയിൽ. ഓക്കെ, താങ്ക് യു.